ലിജോ നമ്മളിപ്പോ എന്നെ കാണാൻ പോകുന്നേ? ഓ മാൻ, ഇവിടെ നിന്ന് രാജസ്ഥാൻ മൊത്തം കാണാൻ കഴിച്ചു. ഇത് ഈ വെള്ളത്തിൽ കുളിച്ച് നല്ല സൂപ്പർ ആയിരിക്കും. നല്ല ചൊറിയൊക്കെ പിടിച്ച് ദേഹത്തിന്റെ കളറൊക്കെ മാറും. ഗൈസ് ഒറിജിനൽ പീരങ്കിയാണ്. നമുക്ക് ഇന്നത്തെ ക്യാമറ ഇട്ട് നോക്കാം എന്താ കാണാൻ പറ്റുക. ഫ്രണ്ട്സ്, ഈ ഫോർട്ടിന്റെ ഏറ്റവും ടോപ്പ് സൈഡാണിത്. 1 2 3 4 5 6 7 അഡ്വഞ്ചറസ് റൈഡാണ് ഗൈസ്. കാണാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ഓട്ടോനേക്കാളും വെയിറ്റ് ഉണ്ട് ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ആൾക്കാർ. ക്ഷീണമായോ മാളു? ഏത് മഹൽ? വെള്ളത്തിലുള്ള മഹൽ. താജ്മഹലാണോ? വേറെ മഹൽ. ഞാൻ ഈ ഉണ്ട മാത്രമേ ഉള്ളൂ മുകളില്. इतना ठंडा स्वभाव से बोलता है, इतने तरीके से बात करता അറിയില്ല. എങ്കിലും പറ, ഫ്രീ എൻട്രി ആണ് എന്നൊക്കെ പറ. ഗൈഡ്. അപ്പൊ ഗൈസ്, നമ്മുടെ അവസാനത്തെ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് എന്താണ്? ഈ സ്ഥലത്തിന്റെ പേര് ഈ സ്ഥലത്തിന്റെ പേരാണ് നാഗർ ഫോർട്ട് ഗൈസ്. സോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോർട്ടാണ്. ഒരു വലിയൊരു മൗണ്ടൈൻ്റെ മുകളിലൊരു ഫോർട്ട്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. എന്നാ ചോദിച്ചോ? എന്താ ഇത്? എന്റെ പ്രേക്ഷകരൊന്ന് കാണിക്കട്ടെ. പോകുമ്പോ പോടാ, ക്യാമറ പോകും കയ്യിൽ. ഇതുണ്ടോ നമ്മള് കോട്ടയുടെ ഏറ്റവും മുകളിൽ നിൽക്കുമോ? നമ്മളെ ബാക്കില് എന്തോന്ന് എനിക്ക് തന്നെ അറിയില്ല. നോക്കി നോക്കാം. ഓ മാൻ, ഇവിടെ നിന്ന് രാജസ്ഥാൻ മൊത്തം കാണാൻ കഴിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പിങ്ക് കളറാണ്, അതുകൊണ്ടായിരിക്കും പിങ്ക് സിറ്റി എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ ആരെന്നൊക്കെ എടുത്ത് ചാടി നമ്മൾ അലൗഡ് അല്ല. അപ്പോൾ ബയ്യ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറുന്നത് കാണുവാണ്. എന്നാ വ്യൂ ആണെന്ന് അറിയോ ഗൈസ്? ഇവിടെ ഫുൾ ജയ്പൂർ കാണാം. ലിജോ നമ്മളിപ്പോ എന്നെ കാണാൻ പോകുന്നേ? പോടാ, നമ്മള് സ്റ്റെപ്പ് വെല്ല് കാണാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവര് മഴവെള്ളം സംഭരിക്കേണ്ടതിന് ഇവിടെ ഇതിനകത്തൊരു മഴവെള്ള സംഭരണി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാൻ നമ്മൾ പോകുന്നത് ഗൈസ്. ഇതിന് നമ്മൾ സ്റ്റെപ്പ് വെല്ലെന്ന് പറയും. കാരണം നമുക്കിത് നടന്ന് താഴെ വരെ ചെന്ന് വെള്ളം എടുക്കാം. കാണിച്ചു തരാം. പോടാ ഇറക്കാം. നിനക്കൊന്നും അറിയണേ, ഹിസ്റ്ററി പഠിക്കണം. ഹിസ്റ്ററി കണ്ടോ ഗൈസ്? താഴെ വരെ പോയി നമുക്ക് വെള്ളം കോരിയെടുക്കാൻ പറ്റും. ക്യാമറ ഇടാൻ പോവുകയാണ് സാർ. ഈ ക്യാമറ നമ്മൾ താഴെ ഇടാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ജെറിനെ അത് എടുത്തോണ്ട് വരാൻ പറയാൻ പോകും. എന്നാ പേച്ചടാ നീ പേച്ചിട്ട് നമ്മുടെ മറ്റേ ഇതിനല്ലേ പേരെന്തായിരുന്നു? ഓഹോ ഒന്നും പറഞ്ഞ ഒരുത്തല്ലേ ഇൻസ്റ്റയില്? ഓഹോ ഒരുത്തരുണ്ട്, അവൻ സംസാരിക്കുന്നുണ്ട്. ഈ വള്ളിയിൽ കൂടെ നിനക്ക് നടക്കാൻ പറ്റുമോ ഗൈസ്? നടക്കുകയാണ്. വന്നില്ല. ഇത് ഈ വെള്ളത്തിൽ കുളിച്ച് നല്ല സൂപ്പർ ആയിരിക്കും. നല്ല ചൊറിയൊക്കെ പിടിച്ച് ദേഹത്തിന്റെ കളറൊക്കെ മാറും. കണ്ടോ ഗൈസ്? ഇവിടെ ഒരു അഴകിയുള്ള എന്നടാ ഇതൊക്കെ കണ്ടുപിടിക്കാറോ നിന്റെ മനസ്സുണ്ടല്ലോ. ഓ ഗൈസ്, ഇവിടെ മൊത്തം കുരങ്ങന്മാരുണ്ട്. നമ്മുടെ ജോയലിന്റെ ചന്തിയിൽ ഒരു നല്ല ചുവപ്പ് കളറുണ്ട് ഗൈസ്. അതാണ് ഇവിടുത്തെ കുരങ്ങന്റെ പ്രത്യേകത. ഇതാണ് റോയൽ രാജസ്ഥാൻ മങ്കീസ്. ഇതിലൊരെണ്ണം ദാ നിപ്പുണ്ട്. റോയൽ രാജസ്ഥാൻ മങ്കീസ്.
ഓ 2 പീരങ്കി എടുത്തിട്ട് പൊട്ടിയില്ലേ ഇങ്ങോട്ട്. വാടാ കേറാടാ. റോസേ ഏത് മഹാരാജാവിന്റെ കാലത്തിലുള്ള ഇത്? ശശി മഹാരാജാവോ? സാറ് കണ്ടത് ഫോട്ടോ എടുക്കാനായിരുന്നു കയറുന്നേ. ഗൈസ് ഒറിജിനൽ പീരങ്കിയാണ്. നമുക്ക് ഇന്നത്തെ ക്യാമറ ഇട്ട് നോക്കാം എന്താ കാണാൻ പറ്റുകയാണ്. എന്ത് കണ്ടല്ലേ അത് ഇട്ട് നോക്കാം. ഗൈസ് ലെയ്സിന്റെ പാക്കറ്റ്, ചീറ്റോസിന്റെ പാക്കറ്റ് ഒക്കെ കിടക്കുന്നേ. ഇല്ല മാറൂല. വയ്യാത്ത കൊച്ചല്ലേ ഞാൻ. അല്ലടാ ജോ. ഫ്രണ്ട്സ് ഇത് ഇങ്ങനെ നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മളിത് എങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ കണ്ടോ ഗൈസ്, പഴയ കാല ഇത് കണ്ടോ, സ്റ്റാർ പോലത്തെ എന്തോ സംഭവമാണ്. ഇനി മുകളിൽ പോണോ? ഇനി മാള് പോ. ഇനി മോളിൽ നിലയില്ലേ ഇങ്ങോട്ട് നോക്കിയേ. ഓ ആ ഫോട്ടോ അയച്ചാലും കേട്ടോ. അവന്റെ ഫോൺ എന്ത്? എന്റെ മോനെ എന്നാ വ്യൂ ആടി. ജോയലേ നീനും ഉള്ളൂര് ആ കൊച്ചിന് നടക്കാൻ സ്ഥലമില്ലാത്തോണ്ട് അത് കാണിച്ചു. ഫ്രണ്ട്സ് ഈ ഫോർട്ടിന്റെ ഏറ്റവും ടോപ്പ് സൈഡാണിത്. ഇവിടെ നിന്ന് രാജസ്ഥാൻ മൊത്തത്തിൽ കാണാൻ പറ്റും. ജയ്പൂർ സിറ്റിയും അവിടെയുള്ള ലേക്കും ഒക്കെ. കണ്ടോ ഗൈസ്, ഫോർട്ട് പോയേക്കുന്നുണ്ടോ? ഇങ്ങനെയാണ് ഫുള്ള് കെട്ടിയിരിക്കുന്നത് അല്ലേ ലിച്ചോ ബാബു? ഫ്രണ്ട്സ് അപ്പം നേരെ ഇരുട്ടി തുടങ്ങി. നമ്മൾ ഈ ഫോർട്ടിന് തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിയിട്ട് അവിടെ എന്തെങ്കിലും ഷോപ്പിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പോവാം. ഓക്കെ.